നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് എന്റെ കുഞ്ഞിനെ കിട്ടിയേ തീരൂ. നിങ്ങൾ ആ കുഞ്ഞിനെ എനിക്കെടുത്ത് തരൂ. ഇല്ലെങ്കിലേ ഞാൻ നെല്ലിശ്ശേരിയിലേക്ക് അങ്ങ് കയറി വരും. വലുതാകുമ്പോ എന്റെ പൊന്നുമോക്ക് ആരാവണം? പറ, ഡോക്ടർ ആവണോ, അതോ എഞ്ചിനീയർ ആവണോ, അതോ പോലീസ് ആവണോ? കൊള്ളാം. ഓണ്ട അമ്മ. ആ അമ്മ അമ്മ സച്ചേന്റെ ഭാവം കണ്ടിട്ട് ഇപ്പൊ തന്നെ മോളെ എഞ്ചിനീയറോ ഡോക്ടറോ ആക്കുന്ന ലക്ഷണം ഉണ്ടല്ലോ. ഇതൊക്കെ നമ്മൾ ഇപ്പോഴേ ശീലിക്കണം. അതിനനുസരിച്ച് വേണ്ടേ ഇവളെ പഠിപ്പിക്കാൻ? അതൊക്കെ ഇവള് താനെ പഠിച്ചോളൂ. എന്റെ മോള് മിടിക്ക അല്ലേ മോളെ? അങ്ങനെ പോ. തന്റെ മോളായിട്ട് മാത്രം ഇവളെ സ്റ്റാമ്പ് ചെയ്യണ്ട. ഇവളെ എന്റെയും കൂടി മോളാ, അല്ലേ മോളെ? ഓ ഹലോ, എന്താ? സച്ചേട്ടന് എന്നോട് ദേഷ്യമുണ്ടോ? എന്തിന്? ഒരു കുഞ്ഞിനെ കിട്ടാൻ വേണ്ടി നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചതാ. അതുകൊണ്ടല്ലേ ദൈവം നമുക്ക് ഇവളെ തന്നത്. സച്ചേട്ടന്റെ മനസ്സ് എനിക്കറിയാം. ഉള്ളിലെ വിഷമവും എനിക്ക് മനസ്സിലാവും. താൻ വെറുതെ ഓരോന്ന് ചിന്തിച്ചു കൂട്ടണ്ട. ഞാനിപ്പോ ഇവളുടെ ത്രില്ലില്ല, അല്ലടാ? അമ്മമാർക്ക് മാത്രമല്ല കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള വേവലാതി അച്ഛന്മാർക്കും ഉണ്ട്. അതല്ല സച്ചേട്ടാ, ഇവള് നമ്മുടെ സ്വന്തം മോള് തന്നെയാ. എന്നാലും സ്വന്തം രക്തത്തിൽ പിറന്നൊരു കുഞ്ഞ് വേണമെന്നുള്ള സച്ചേന്റെ ഉള്ളിലെ ആഗ്രഹം എനിക്കറിയാം. ട്രീറ്റ്മെന്റിന് പോവാത്തതുകൊണ്ട് ഞാനത് നിഷേധിക്കുന്നെന്ന് തോന്നല് സച്ചേനുണ്ടോ? താൻ പറഞ്ഞു ശരിയാ. എനിക്ക് മാത്രമല്ല, അച്ഛനാകാൻ ആഗ്രഹിക്കുന്ന എല്ലാവരുടെ മനസ്സിലും അതുണ്ടാവും. അങ്ങനെ വന്ന് ചിലപ്പോ എന്റെ ഉള്ളിലും കാണും. പക്ഷേ അതൊക്കെ മറന്നു. എനിക്കിപ്പോ എന്റെ ഈ മോളെ സ്നേഹിക്കാനും കൊഞ്ചിക്കാനുമാണ് ഇഷ്ടം. എന്നോട് ദേഷ്യം തോന്നില്ല സച്ചേട്ടാ? അർച്ചന, ഞാൻ തന്നെ മാത്രമല്ല സ്നേഹിക്കുന്നത്, തന്റെ ഇഷ്ടങ്ങളെ കൂടിയാ. ഇനി നമ്മുടെ രക്തത്തിൽ ഒരു കുഞ്ഞ് ജനിച്ചില്ലെങ്കിലും നമ്മുടെ പൊന്നുമോളായിട്ട് ദേ ഇവള് മാത്രം മതി. എടോ, ഇന്നത്തെ കാലത്ത് സ്വന്തം ഒന്നും വാക്കിനൊന്നും ഇപ്പൊ അങ്ങനെ വലിയ അർത്ഥമൊന്നുമില്ല. സ്വന്തം രക്തത്തിൽ പറഞ്ഞ മക്കള് തന്നെ എത്രയോ അച്ഛനമ്മമാരെ അനാഥാലയത്തിൽ കൊണ്ടുപോയി തള്ളുന്നുണ്ട്. കഴിഞ്ഞ ദിവസം പത്രത്തിൽ വായിച്ചില്ലായിരുന്നു? അമ്മയും അനിയനും അടക്കം 5-6 പേരെ ഒരു മകൻ തലക്കടിച്ച് കൊന്നത്. ചില പെൺമക്കൾ സ്വന്തം അച്ഛനമ്മമാരെ ഉപേക്ഷിച്ച് ഇന്നലെ കണ്ട ഏതൊരുത്തന്റെ കൈയും പിടിച്ച് ഇറങ്ങിപ്പോകുന്ന കഥകൾ നമ്മൾ കേൾക്കുന്നില്ലേ? അതൊക്കെ വെച്ച് നോക്കുമ്പോ സ്വന്തം രക്തം എന്നൊക്കെ പറയുന്നതില് യാതൊരു അർത്ഥവുമില്ല. നാളെ നമുക്ക് ചിലപ്പോ കുഞ്ഞുങ്ങളുണ്ടാവാം, ഉണ്ടാകാതിരിക്കാം. അതൊന്നും ഒരു പ്രശ്നമല്ലടോ. എത്ര കുഞ്ഞുങ്ങൾ ഇനി നമ്മുടെ ജീവിതത്തിൽ വന്നാലും ദേ ഇവളാണ് നമ്മുടെ ആദ്യത്തെ കൺമണി, നമ്മുടെ ജീവൻ. ഈ ത്യാഗത്തിന്റെ കടം ഞാൻ എങ്ങനെ വീട്ടും സച്ചേട്ടാ? ഭൂമിയിൽ നീ ഇപ്പോ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ഇവളെയാണെന്ന് എനിക്കറിയാം. ഇവൾ കൊടുക്കുന്ന സ്നേഹത്തിന്റെ ഒരു പങ്ക് എനിക്ക് കൂടി തന്നാ മതി. എന്റെ എല്ലാ വിഷമം മാറും സച്ചേട്ടാ. എന്താ തന്റെ ഉദ്ദേശം?
എനിക്ക് എന്റെ കുഞ്ഞിനെ തിരിച്ചു വേണം. കുഞ്ഞിനെ തിരിച്ചു തരാനോ? നിങ്ങളുടെ കുഞ്ഞിനെ നിങ്ങൾ തന്നെയല്ലേ ഉപേക്ഷിച്ചത്? എന്റെ കയ്യിൽ നിന്ന് ആവശ്യത്തിന് പണവും വാങ്ങിച്ചു. എനിക്ക് വേണ്ടത് ആ കുഞ്ഞിനെയല്ല, എന്റെ സ്വന്തം ചോരയിൽ പിറന്ന കുഞ്ഞിനെയാണ്. ആതിരയുടെ കയ്യിലുള്ള എന്റെ കുഞ്ഞിനെ. മറ്റേ കുഞ്ഞൻ ജീവിച്ചാലും ചത്താലും എനിക്കൊന്നുമില്ല. നിങ്ങൾ എന്ത് ഭ്രാന്തായി പറയുന്നേ? ഇതൊക്കെ അറിഞ്ഞുകൊണ്ടല്ലേ നിങ്ങൾ കുഞ്ഞിനെ മാറ്റാൻ തയ്യാറായത്? അതെ, പണം മോഹിച്ച് നിങ്ങൾ പറഞ്ഞ താളത്തിന് ഞാൻ തുള്ളി. എന്റെ ഭാര്യ മരിച്ചു. മരിച്ചതല്ല, നിങ്ങൾ വിഷം കൊടുത്ത് കൊന്നതാ. താനിപ്പോ ഒരു കൊലപാതക കേസിലെ പ്രതിയാ, അത് മറക്കരുത്. വെളിയിൽ കണ്ട ഏത് നിമിഷവും പോലീസ് തന്നെ അറസ്റ്റ് ചെയ്യും. അറസ്റ്റ് ചെയ്യട്ടെ, എനിക്ക് ഒന്നിനെയും പേടിയില്ല. നിങ്ങൾ ഒറ്റ ഒരുത്തി കാരണമാ എന്റെ ഭാര്യ മരിച്ചത്. എനിക്കിപ്പോ കുറ്റബോധം കൊണ്ട് ജീവിക്കാൻ വയ്യ, കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. എന്റെ ഭാര്യയുടെ മുഖം എനിക്ക് മറക്കാൻ പറ്റുന്നില്ല. എന്റെ കുഞ്ഞിനെയെങ്കിലും എനിക്ക് വേണം. ദേ, ഇതൊന്നും നടക്കുന്ന കാര്യമല്ല. സ്വന്തം ഭാര്യയെ കൊന്നിട്ട് ജയിലിൽ പോകേണ്ട ആളാ താൻ. അതുമാത്രമല്ല, ആ കുഞ്ഞിനെ കൊല്ലാൻ കാട്ടിൽ കൊണ്ടുപോയി ഉപേക്ഷിച്ചതിന് തന്റെ പേരിൽ വേറെയും കേസുണ്ട്. പുറത്ത് കണ്ട പോലീസ് തന്നെ അറസ്റ്റ് ചെയ്യും. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് എന്റെ കുഞ്ഞിനെ കിട്ടിയേ തീരൂ. നിങ്ങൾ ആ കുഞ്ഞിനെ എനിക്കെടുത്ത് തരൂ. ഇല്ലെങ്കിലേ ഞാൻ നെല്ലിശ്ശേരിയിലേക്ക് അങ്ങ് കയറി വരും. എല്ലാ സത്യങ്ങളും ഞാൻ എല്ലാരോടും പറയും ചെയ്യും. കൊള്ളാം, താനെന്നെ ഭീഷണിപ്പെടുത്തുകയാണോ? ഞാനേ ഇപ്പൊ തന്നെ പോലീസിനെ വിളിക്കാം. കാണുന്നു തനിക്ക്? ഈ ഭീഷണി കൊണ്ടൊന്ന് എന്നെ പിന്തിരിപ്പിക്കാന്ന് കരുതണ്ട. ഞാൻ ഇനിയും വരും. എന്റെ കുഞ്ഞിനെ ഞാൻ കൊണ്ടുപോവുകയും ചെയ്യും. കാത്തിരുന്നോ നിങ്ങള്? അപ്പൊ പോലീസിനെ പേടിയുണ്ട്. അതെ, എനിക്ക് നല്ല പേടിയുണ്ട്. എന്ത് പേടിക്ക്? ഇത് എന്റെ മുറിയാ. നമ്മൾ കുറച്ച് സാധനങ്ങൾ എടുക്കുന്നു, പോകുന്നു. അതിൽ ആർക്കെന്താ പ്രശ്നം? എന്നാലും എന്നോട് ഈ വീടിനകത്തോട്ട് കയറി പോരെന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ? അത് കോടതി ഉത്തരവൊന്നും അല്ലല്ലോ, എന്റെ ഏട്ടന്മാര് പറഞ്ഞതല്ലേ. ഇതെല്ലാം കൂടെ ഇവിടുന്ന് എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് എടുത്തോണ്ട് പോവാൻ പറ്റില്ല. അതുകൊണ്ടാ ധനുഷിനോട് കൂടെ വരാൻ പറഞ്ഞ. പിന്നെ എല്ലാരെ എതിർത്ത് പ്രേമിച്ച് കല്യാണം കഴിക്കുന്നവർക്ക് കുറച്ചുകൂടി ധൈര്യം വേണം. ധൈര്യമില്ലാഞ്ഞിട്ടൊന്നും അല്ല, എന്നാലും ഞാൻ... ധനുഷ് ഒന്ന് ധൈര്യമായിരിക്കെ, ഞാനില്ലേ കൂടെ. ആരും ഒന്നും പറയില്ല. അത് നീയാണോ തീരുമാനിക്കുന്നത്? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.